പട്ടാളത്തിനോട് ഒരു റെസ്പെക്റ്റ് അന്നും ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ സെക്കൻഡ് വേൾഡ് വാർ സോൾജറാണ്. പക്ഷേ മൂപ്പര് 3 വർഷം സർവീസ് ചെയ്ത് 45 തന്നെ തിരിച്ചു പോന്നു. അച്ഛൻ്റെ ഏട്ടൻ നേവിയിലായിരുന്നു. അച്ഛൻ്റെ 2 അനിയന്മാർ ആർമിയിലായിരുന്നു. അച്ഛൻ്റെ 2 പെങ്ങന്മാരുടെ ഭർത്താക്കന്മാർ അവർ രണ്ടുപേരും ആർമിയിലായിരുന്നു. സോ ഇവരൊക്കെ ലീവിന് വരുന്ന സമയത്ത് ഒരു ചുവന്നൊരു ഹെയർ ഓയിലുണ്ട്. ഇതിൻ്റെ ഒരു സ്മെൽ, അത് തേച്ചിട്ട് ഇവർ കുളിച്ചിട്ട് ഷേവൊക്കെ ചെയ്ത് നീറ്റായിട്ട് പുറത്ത് വരുമ്പോൾ ആ ആഫ്റ്റർ ഷേവ് ലോഷൻ, ഈ ഓൾഡ് സ്പൈസിൻ്റെ അതുപോലുള്ള അന്നത്തെ സാധനം, അതും കഴിഞ്ഞ് ഇവരൊരു പ്രത്യേക വാസനയാണ് ഈ അമ്മമാരൊക്കെ പുറത്ത് വരുന്നത്. അവർ ആ ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരു ഡിഫറെൻ്റാണ്. നല്ല ക്രൂ കട്ടും ഡെയിലി ഷേവ് ചെയ്യും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് യെസ് ഇത് കൊള്ളാമല്ലോ. പിന്നെന്താണ് പട്ടാളത്തിൽ ചേരാനുള്ള അത്യാവശ്യ കാര്യം, ഇവർ വരുമ്പോൾ ഈ പാരീസിൻ്റെ പച്ച ചോക്ലേറ്റ് ഇന്നൊന്നും കാണാനില്ല. അന്ന് അത് വലിയ ടിന്നിലാണ് കിട്ടുന്നത്, ഇത്രയുള്ള ടിന്നിൽ. അപ്പോൾ ഈ ക്യാൻറ്റീനിൽ നിന്ന് ഇവർ ഇതൊരു ടിന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ ലീവിന് വരുമ്പോൾ ആ ടിന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 മാസത്തിൻ്റെ ലീവിനുള്ള ചോക്ലേറ്റ് അതിനകത്തുണ്ട്. പക്ഷേ ഇത് കൺട്രോൾഡ് ഐറ്റമാണ്. അവിടെ ഞാൻ അന്ന് ഉണ്ടായിരുന്ന സമയത്തും എനിക്കത് കിട്ടുന്നത് കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഈ അമ്മായിമ്മപ്പൂരിൻ്റെ സൈഡിലേക്ക് പോകുന്നൊരു ഇതായതുകൊണ്ട് ഐ വാസ് എ നെഗ്ലക്റ്റഡ് ചൈൽഡ്. അപ്പോഴത്തേക്ക് എൻ്റെ അനിയനുണ്ട്. പക്ഷേ ഈ അന്നത്തെ കാര്യം വല്ലപ്പോഴും ഒരു ചോക്ലേറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റെയറായിരുന്നു.